നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഈ ഒരു ചർച്ച തുടങ്ങുന്നതിൻ്റെ കുറച്ചൊരു 10 മിനിറ്റ് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് കണ്ടു. അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഫോട്ടോയും അതിന് താഴെ അടിക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് ഇതുവരെ ശ്രീ വിജയൻ, ഇനി മുതൽ വിജയൻ ശ്രീ PM സൃന്ദാബാദ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ശ്രീയാണ് ചർച്ച, സ്ത്രീയല്ല, ആരും തെറ്റിദ്ധരിക്കരുത്, PM ശ്രീ. ഇപ്പോൾ തുടക്കമൊന്നും തന്നെ അത്ര വലിയൊരു മാധ്യമങ്ങൾ അത് അത്ര ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പോകുന്തോറും അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്കും കലാശത്തിലേക്കൊക്കെ എത്തുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ CPI പൂർണ്ണമായും CPI എന്ന് പറയുന്ന ഈ ഒരു അവരുടെ നിലപാടിനെ തള്ളുന്ന രീതിയിലാണ് ഇപ്പോൾ CPM മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യം, ഇനി CPM-ൽ നിന്ന് വേർപെട്ട് കോൺഗ്രസിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. അത് ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ ഇങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു. അന്ന് തോമസ് ചാണ്ടിയുടെ രാജിയുമായിട്ട് ആവശ്യപ്പെട്ട് CPI നടത്തിയ CPM എതിർത്തിരുന്നു. അപ്പം നിരവധി കാര്യങ്ങൾ, അതുമാത്രമല്ല പിന്നീട് അങ്ങോട്ടുള്ള നിരവധി കാര്യങ്ങൾ CPIക്ക് ഒരു ഒത്തുചേർന്ന് പോകാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ ഇപ്പോൾ തീർത്തും ലാളം മുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ബിനോയ് വിശ്വം ഉൾപ്പെടെ തങ്ങളുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ മുന്നണിയിൽ നിന്നും CPI വേർപെട്ട് കോൺഗ്രസിലേക്കോ എന്നൊരു ചോദ്യം അറിയില്ല. എന്നാൽ വേർപെട്ട് സ്വതന്ത്രമായി നിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വരുന്നത്. കാരണം ഒരു കാരണവശാലും CPIക്ക് സംഘപരിവാറിൻ്റെ ഈ അജണ്ടകളുമായിട്ട് ഒത്തുചേർന്ന് CPIക്ക് പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന പണം കിട്ടുന്നു അവിടെ കിടക്കുന്ന ഒരു മട്ടിലാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളൊക്കെ അങ്ങ് കാറ്റിൽ പറത്തി അതൊക്കെ അങ്ങ് എടുത്ത് മാറ്റി ഊട്ടയിലോട്ട് എറിഞ്ഞു വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ്റെ പോക്ക്. കാരണം അവർ പറയുന്നത് സംസ്ഥാനം പിടിച്ചിരിക്കണമെങ്കിൽ പണം ആവശ്യമാണ്. ഈ പണം എത്രമാത്രം പണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, നികുതിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഇതൊക്കെ എങ്ങോട്ട് പോകുന്നെന്ന് ചോദിച്ചാൽ ധൂർത്തിന് എന്നുള്ളത്. ഈ ധൂർത്തടിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് വരവ് ചെലവ് കണക്കുകൾ അറിഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കുടുംബം തന്നെ എങ്ങനെയാണ് നമ്മുടെ വരവിൻ്റെ അനുസരിച്ചുള്ള ചെലവല്ലേ ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ കൃത്യമായിട്ടൊരു ചെലവ് നടത്തിയ ഒരു കുടുംബം ഉള്ള ശമ്പളത്തിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും. ഇതൊരു മുൻധാരണ ഇല്ലാണ്ട് അകമഴിഞ്ഞുള്ള ധൂർത്തിൻ്റെ ഒരു വല്ലാത്ത പടുകുഴിയിലേക്കാണ് ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഈ കടങ്ങൾ വന്നത്. അല്ലാതെ 10 വർഷം ഭരിച്ചതിന് ശേഷം 1 രൂപ ലാഭം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് സമ്മതിക്കും. ഇത് നഷ്ടക്കണക്കിലേക്ക് പോകുമ്പോൾ ഇതിൽ പെട്ടുപോകുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്ന അനുയായികളും അനുഭാവികളും ഒക്കെ അവരുടെയൊക്കെ മാനസിക നിലയെ വരെ തെറ്റിച്ചുകൊണ്ടാണ് പിണറായി സർക്കാരിൻ്റെ ഈ ഒരു ഓട്ടപ്പാച്ചിൽ. അപ്പം അമിത്ഷായുടെ വാക്കുകളാണ് ഇപ്പോൾ പിണറായി വിജയൻ കേൾക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പരോക്ഷമായിട്ടുള്ള സൂചനകൾ. കാരണം എന്തിനാണ് കേന്ദ്രത്തിലേക്ക് ഓടിപ്പിടച്ച് പോയത്, ഇതിൽ രാഷ്ട്രീയ സമ്മർദ്ദം വല്ലതും പിണറായി വിജയൻ നേരിട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള ദീർഘമായ ചർച്ചകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം പിണറായി വിജയൻ ഈ അടുത്ത കാലത്തായിട്ട് നല്ല ഒന്നാന്തര കണ്ടകശിനിയാണ്. ശബരിമല വിഷയത്തിലെ കള്ളത്തരങ്ങൾ അത് മന്ത്രിസഭ വരെ എത്തി നിൽക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് മകൻ്റെ കേസ് ED അയച്ച സമൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ്. മകളുടെ കേസ് ഇങ്ങനെ വലിയ രീതിയിൽ നിൽക്കുന്നു, ലാവ്ലിൻ കേസ്, ഇങ്ങനെ നിരവധി ലൈഫ് മിഷൻ കേസ്, അങ്ങനെ പിണറായി വിജയൻ്റെ കുടുംബത്തെയും പിണറായി വിജയനെയും ഏത് നിമിഷവും പൂട്ടിലാക്കത്തക്ക രീതിയിലുള്ള നിരവധി കേസുകൾ അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റിയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്ര സന്ദർശനമായിട്ട് തന്നെയാണ് ജനം ഒരുപക്ഷെ പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിച്ചിരിക്കുന്നത്. പക്ഷേ തിരിച്ചു വന്ന പിണറായി വിജയൻ കാണിക്കുന്ന ഈ ഒരു കോപ്രായങ്ങൾ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേരുന്നതല്ല. ഒരു CJP ബന്ധം എന്ന് എപ്പോഴും പരോക്ഷമായിട്ട് പ്രതിപക്ഷം പറയുമ്പോഴും ആ ബന്ധം കുറച്ചുകൂടി ദൃഢമാക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു PM ശ്രീ പദ്ധതിയിൽ ഒരു കാലത്തും പ്രത്യേകിച്ച് തമിഴ്നാടും കർണാടകയാണ് നിലവിൽ ഒപ്പുവെക്കാത്ത. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. തമിഴ്നാട് ഇതിനെതിരെ സുപ്രീം കോടതിയിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തമിഴ്നാടിനോടൊപ്പം തന്നെ നിൽക്കുന്ന എപ്പോഴും സ്റ്റാലിനെയൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് പിണറായി വിജയനെയാണ്. ആ കേരള സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതൊരു പക്ഷേ ദേശീയ തലത്തിൽ പോലും അവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അത് ബിനോയ് വിശ്വം, MA ബേബി ഉൾപ്പെടെയുള്ളവർ പറയുന്നു. ഇന്നിപ്പോൾ AKG സെൻറ്റർ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർന്നിരിക്കുകയാണ്.
ധാരണാപത്രവുമായിട്ട്, അതായത് ഇവർ ഒപ്പുവെച്ച ആ പത്രവുമായിട്ടാണ് ഇപ്പോൾ AKG. എന്തിനാണ് ഒപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്താണ് നോക്കാനുള്ളത്? ഒന്നും നോക്കാനില്ല. അപ്പോൾ ഇവർ പറയും, ഇപ്പം ശിവൻകുട്ടി ഉൾപ്പെടെ പറയുന്നത് PM ശ്രീ പദ്ധതിയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെ അല്ല കേരളത്തിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്, എഗ്രിമെൻ്റ് ചെയ്തേക്കുന്നത് പലതും ഒഴിവാക്കിക്കൊണ്ടുള്ള എഗ്രിമെൻ്റാണ്. അത് എവിടുത്തെ ഒഴിവാക്കലാണ്? കൂട്ടുകയേ ഉള്ളൂ. അപ്പോൾ എവിടെയാണ് ഇപ്പോൾ പിണറായി വിജയന് അബദ്ധം പറ്റിയത്, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അബദ്ധം പറ്റിയത്? ഇവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടോ എന്നുള്ളത്. പല കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പിണറായി വിജയൻ അമിത്ഷായെ ചെന്ന് കണ്ടതാണോ? ഇനി അവിടെ നിന്നുള്ള സമ്മർദ്ദം കാരണമാണോ ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയത്? മാത്രമല്ല, ഏകദേശം 1000 കോടി രൂപയോളം വിദ്യാഭ്യാസ വകുപ്പിന് കേന്ദ്രം കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കൊടുക്കാതിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ അത് ഉൾപ്പെടെ കിട്ടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ ഈ പറയുന്ന മറ്റുള്ള ഇപ്പോൾ തമിഴ്നാട്ടുകാർക്ക് എന്തുകൊണ്ട് അവർ അതിൽ നിന്ന് മാറുന്നു? അത് അവിടെ ഇപ്പോൾ പറഞ്ഞതാണ്, അവിടെ ഈ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള കടങ്ങളില്ലല്ലോ. അപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് കടം വന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടി. 10 വർഷം നിങ്ങൾ തന്നെയല്ലേ ഭരിച്ചത്, നിങ്ങളുണ്ടാക്കി വെച്ച കടവല്ലേ. അപ്പോൾ നമുക്കൊരു കേന്ദ്രം തന്നില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിന് അങ്ങനെ തരാതിരിക്കാനൊന്നും പറ്റത്തില്ല. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത്ര കോടി രൂപ വെച്ച് വേർതിരിച്ച് കൊടുക്കേണ്ടത് ഉത്തരവാദിത്തം കേന്ദ്രത്തിനുണ്ട്. അല്ലാതെ കേന്ദ്രം ഏകാധിപത്യ ഭരണമൊന്നും അല്ലല്ലോ. അപ്പോൾ അതിനെതിരെ പോരാടേണ്ടുന്ന ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? CPM-നാണ്, LDF സർക്കാരിനാണുള്ളത്. അപ്പോൾ അതില്ലാതെ വെറുതെ അവരുടെ പോയി കാലം നക്കി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കിട്ടുക എന്ന് വാങ്ങിച്ചെടുത്തിട്ട് പിന്നെ ഇവിടെ വന്ന് കിടന്ന് കോലാഹലം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നലെ ABVP പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രി അനുമോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഫോട്ടോയിലൂടെ കണ്ടു. പക്ഷേ അത് SFI ASFIക്കൊക്കെയാണ് ഏറ്റവും അധികം ഇപ്പോൾ അടിയിട്ടിരിക്കുന്നത്. SFI കുട്ടികളുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്ക്. ഈ പിണറായി വിജയനും ശിവൻകുട്ടിക്കൊക്കെ വേണ്ടി ഗവർണറെ വരെ തൂത്തുവാരി എറിയാൻ വേണ്ടി നിന്ന യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ കാണിച്ച കോലാഹലങ്ങൾ, അതായത് ഒരു ഭാരതാംബ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കോലാഹലം എന്തായിരുന്നു? അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് വേണ്ടി കൊടിമാന്തിയ അവരെ പോലും ഒറ്റ കൊടുക്കുന്ന, അതായത് യേശുക്രിസ്തുവിന് ഒറ്റ കൊടുത്ത യൂദാസിനേക്കാളും കഷ്ടമായി പോയി ഇപ്പോൾ പിണറായി വിജയനും ശിവൻകുട്ടി ഇപ്പോൾ SFI CPI പ്രവർത്തകരോട് കാണിക്കുന്നത്. അപ്പോൾ ഒരു യൂദാസായിട്ട് മാത്രമാണ് ഇപ്പോൾ അവർ കാണുന്നത്. ഇനി നമുക്ക് നോക്കാം, ഈ സംഘപരിവാറിൻ്റെ അജണ്ട തങ്ങളുടെ പാഠ്യപുസ്തകത്തിലേക്ക് വെക്കുന്നതിനോടുള്ള വിയോജിപ്പാണ് ഒരുപക്ഷെ കോൺഗ്രസിന് ഉൾപ്പെടെയുള്ള CPM CPIക്കൊക്കെ ഉള്ളത്. പിന്നെ മാത്രമല്ല CPIക്ക് കുറച്ചുകൂടി ഉണ്ട്. ഒരു കാലത്തും പ്രധാനമന്ത്രിയുടെ പേരല്ല വെക്കുന്ന PM ശ്രീ പാഠ്യപദ്ധതി PM ശ്രീ എന്നിട്ട് സ്കൂളിൻ്റെ പേര് ഇങ്ങനെയാണ്. പിന്നെ സ്കൂളിൻ്റെ എംബ്ലം റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ PM ശ്രീയുടെ എംബ്ലം, ഇങ്ങനെയായിരിക്കും ആ ഒരു ബോർഡ് വരുന്നത്. ഇതുപോലും അവർക്ക് ദഹിക്കുന്നില്ല. അപ്പോൾ പിന്നെ പാഠ്യപദ്ധതി ദഹിക്കുമോ? സംഘപരിവാറിൻ്റെ അജണ്ടകൾ പാഠ്യപദ്ധതി വിഷയമാക്കും എന്നുള്ളതാണ് ഇവരുടെ കാര്യങ്ങൾ. നമുക്കറിയാം, ഗാന്ധിവധവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് NCERT-യിൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റം സംഭവിച്ചപ്പോൾ അതിനും ബദൽ പാഠപുസ്തകം ഇറക്കിയ സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ PM ശ്രീ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രം പറയുന്ന പാഠ്യവിഷയം തന്നെ ഈ ഒരു പദ്ധതിയിലൂടെ കുട്ടികൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഒരു മാറ്റം ഉണ്ടാവത്തില്ല. ഇനി എത്ര ധാരണാപത്രം ചേഞ്ച് ഉള്ള കേരളത്തിന് മാത്രമായിട്ട് അങ്ങനെയുള്ള ഇതാണെങ്കിലും അതിൽ ഒരു കാലത്തൊരു മാറ്റം ഉണ്ടാകത്തില്ല. അത് പഠിച്ചേ പറ്റൂ. ഇനി അവിടെയാണ് ഒരു വസ്തുത. നമ്മൾ ഇപ്പോൾ പറയുന്നതുകൊണ്ട് എനിക്ക് BJP-യോടോ അല്ലെങ്കിൽ CPM-നോടോ കോൺഗ്രസിനോടോ ഒരു ഇതില്ലാതെ ഞാൻ പറയുകയാണ്, സത്യമല്ലാത്ത ചരിത്രമാണെന്നുണ്ടെങ്കിൽ നിയമയുദ്ധം തന്നെ ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് പരിശീലിച്ച് അതിൽ നിന്ന് മാറ്റേണ്ടിയിരിക്കുന്നു. കുട്ടികൾ സത്യമല്ലാത്ത കാര്യം പഠിക്കേണ്ട കാര്യമില്ല. ചരിത്രത്തെ വളച്ചൊടിക്കരുത്. ചരിത്രമായിട്ട് തന്നെ, പക്ഷെ കൃത്യമായിട്ടുള്ളതും സത്യമായിട്ടുള്ള ചരിത്രമാണ് കുട്ടികൾ പഠിക്കുന്നതിൽ എന്താണ് തെറ്റ്? അല്ലേ? അതിലൊരു തെറ്റുമില്ല. ഇപ്പോൾ മുഗൾ ഭരണം എടുത്തു മാറ്റി എന്നുണ്ടെങ്കിൽ മുഗൾ ഭരണത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മുഗൾ ഭരണകാലത്ത് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ഒരു പക്ഷേ അതിൽ ചരിത്രം പഠിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് കൂടി വിലയിരുത്തേണ്ടതുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയത്തിൽ അത്തരത്തിൽ RSS അജണ്ടകൾ കൊണ്ടുവരുന്നു എന്ന് ബോധ്യപ്പെടുന്നിടത്ത് എന്ത് ചെയ്യണം? നമ്മൾ അവിടെ യുദ്ധത്തിന് ഇറങ്ങണം. അവിടെയാണ് യുദ്ധം. അല്ലാതെ ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതി കിട്ടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കോടികൾ നഷ്ടപ്പെടുത്തേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിനകത്ത് ഇത് എല്ലാ സ്കൂളുകളെയും അവർ ഏറ്റെടുക്കുന്നില്ല. മാതൃകാപരമായിട്ടുള്ള ചില സ്കൂളുകളിൽ മാത്രമാണ് ഇത് നടപ്പിലാക്കുന്നത്. അതിൽ ഇപ്പോൾ 1 കോടി 1.13 ലക്ഷം രൂപയാണ് PM ശ്രീ പദ്ധതി വഴി ഒരു സ്കൂളിന് കൊടുക്കുന്നത്. അതിൽ 60% കേന്ദ്രവും 40% നമ്മുടെ സംസ്ഥാന സർക്കാരുമാണ് വേണ്ടി വിനിയോഗിക്കേണ്ടത്. ഈ ഒരു പദ്ധതി പ്രകാരം, അതായത് ഇതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ്. ഇതിനകത്ത്
ഇവിടുത്തെ ഇപ്പോഴത്തുള്ള ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഒന്നും മെച്ചപ്പെടുത്തുക, സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അതായത് രാജ്യത്തെ 14,500 സർക്കാർ സ്കൂളുകളിലാണ് മാതൃകാ സ്ഥാപനങ്ങളുമായിട്ട് ഉയർത്തുക. മാത്രമല്ല ഈ കലാ, കായിക, ശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അതിൽ ഒരു പ്രത്യേകത ഉണ്ടാക്കുക. തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള പഠന രീതി കൂടി കുട്ടികളെ പഠിപ്പിക്കുക. അത് കുഞ്ഞിലെ തന്നെ കുട്ടികളെ ചൈനയിലൊക്കെ കണ്ടിട്ടില്ലേ, കുട്ടികളെ തൊഴിൽ സാധ്യത ഉള്ള രീതികൾ കൂടി പഠിപ്പിച്ചിട്ട് ഇവർ പഠനശേഷം ഇവർക്ക് കൃത്യമായിട്ട് ഒരു തൊഴിൽ സാഹചര്യം, തൊഴിൽ മേഖല സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പദ്ധതിയുടെ ഇത്. പ്രത്യേകിച്ച് ഈ ഭിന്നശേഷി കുട്ടികൾക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുത്തിട്ട് അവർക്കും അതിനനുസരിച്ച് ഓരോ കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള പഠനം, ഇതാണ് PM ശ്രീ. ഇത് എന്തുകൊണ്ടും നല്ലതാണ്. ഈ ഒരു പദ്ധതി വരുമ്പോൾ ഒരു പക്ഷേ ഇത് ഇപ്പോൾ കുറച്ച് സ്കൂളുകൾ മാത്രം തിരഞ്ഞെടുക്കും, നാളെ ഒരു പക്ഷേ ഇന്ത്യ മുഴുവനും രാജ്യത്തിൽ ഉടനീളം ഇത് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട വിദ്യാഭ്യാസം NCERT തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട വിദ്യാഭ്യാസ രീതി കുട്ടികൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനോട് ഒരു പക്ഷേ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ യോജിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇവർക്ക് ടെൻഷൻ, ഒരു പക്ഷേ നമ്മൾ പൊതുജനത്തിൻ്റെ ഒരു അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ LDF സർക്കാർ ഭരിക്കുന്ന ഒരു ഏകാധിപത്യ ഭരണം എന്ന് നമ്മൾ എപ്പോഴും പറയുമ്പോഴും LDF സർക്കാരിൻ്റെ ഏകാധിപത്യ ഭരണം എല്ലാ മേഖലയിലും, ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇനി BJP വന്നു കഴിഞ്ഞാൽ BJPയുടെ ആ ഒരു ഏകാധിപത്യ രീതി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, കോൺഗ്രസിൽ വന്നാൽ അവരുടെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെയാണ് ഈ തർക്കങ്ങൾ വരുന്നത്. അങ്ങനെയെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ ഒരു പാഠ്യപദ്ധതി വരുമ്പോൾ ഇവർക്കൊന്നും അല്ലെങ്കിൽ പൊതുജനത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു രീതി വരുമ്പോൾ, LDF സർക്കാരിന് അംഗീകരിക്കാൻ പറ്റാത്തതല്ല, കോൺഗ്രസിന് അംഗീകരിക്കാൻ പറ്റാത്തതല്ല, പൊതുജനത്തിന് പൊതു സമ്പ്രദായ രീതിക്ക് ജനം പറയുമല്ലോ തങ്ങളുടെ കുട്ടികൾക്ക് ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഇതെന്ത് ചെയ്യണം? നിയമയുദ്ധത്തിന് പോകണം, ഇതിനെതിരെ എതിർക്കണം. ഒരു പക്ഷെ അങ്ങനെ വരുമോ എന്നുള്ളതറിയാം. സത്യത്തിന് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും ചരിത്രത്തിലായിരിക്കും വരുന്നത്, പിന്നെ മലയാളം സാഹിത്യത്തിലോ അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനെ നിരക്കാത്തതായിട്ടുള്ള സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വരിക, അത് തങ്ങളുടെ കുട്ടികൾ പഠിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അന്ന് ഇതിനെതിരെ പ്രതികരിച്ചാൽ മതി. അല്ലാതെ ഇത് PM ശ്രീ പദ്ധതി എന്തോ RSS എന്തോ തീവ്രവാദി അജണ്ടയുടെ പുറത്ത് BJP കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുന്നത് തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള തരത്തിൽ അങ്ങ് വലിയ ഇത് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ മാറി നിന്ന് ചിന്തിക്കുമ്പോൾ അതൊരു പാഠ്യപദ്ധതി എന്നതിലപ്പുറം, അതായത് ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു പ്രശ്നം എന്നതിന് ഉപരി CPI-CPM പ്രശ്നമാണ് ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, PM ശ്രീ പദ്ധതി എന്ത് തന്നെ ആയിക്കോട്ടെ, CPI-CPM പ്രശ്നമാണ് ഇവിടെ രൂക്ഷമായിക്കൊണ്ട് നിൽക്കുന്നത്. കാരണം CPI ഒരു മുന്നണിയാകുമ്പോൾ രണ്ട് പാർട്ടിയും കൂടെ ചേർന്നാണ് ഒരു മുന്നണി രൂപീകരിക്കുന്നത്. ഇരു പാർട്ടികളുടെ മന്ത്രിമാരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ധാരണയും ഇല്ലാണ്ട് ഒരു യോഗവും വിളിച്ചു ചേർക്കാതെ സ്വന്തമായിട്ട് അതിൽ ഒരു ഭാഗം മാത്രം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു പാർട്ടിക്ക് അതിനകത്ത് നിലനിൽപ്പില്ല. ഈ നിലനിൽപ്പില്ലാത്ത സാഹചര്യത്തിൽ അവിടെ വല്ലാത്തൊരു ഭിന്നിപ്പ് ഇപ്പോൾ, വലിയൊരു മതിലിപ്പോൾ CPI-CPMൻ്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞു. ഇനി ഇത് മുന്നോട്ട് പോകാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെയെങ്കിൽ ഈ CPI ഇതിൽ നിന്ന് വേർവിട്ട് പോകേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് വരും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ കോൺഗ്രസിലേക്ക് അവർ വന്നോട്ടെ, അവർ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കുക എന്നുള്ളത് കോൺഗ്രസ് പറയുന്നു. അത് കുറേ നാളുകളായിട്ട് CPI ഇങ്ങനെ നോക്കി ഉന്നം വെച്ച് നിൽക്കുകയാണ്. ഇത് ഏതും ഒരു വിഷയമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഒരു പക്ഷേ CPI ഇതിൽ നിന്ന് വേർപെട്ട് കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടോ നിൽക്കാൻ സാധ്യത ഏറിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുന്നു. ഇത് വല്ലാത്ത ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ പിണറായിക്ക് കിട്ടിയിരിക്കുന്നത്. ME ഗോവിന്ദൻ ഉൾപ്പെടെ CPMന് കിട്ടിയിരിക്കുന്നത് വല്ലാത്തൊരു തിരിച്ചടിയാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടി രണ്ടും ഒരേ ഭാഗവുമായിട്ട് ഒരേ ചിന്താഗതികളും ആശയങ്ങളുമുള്ള ഒരു പാർട്ടി, അതായത് ഇടതും വലതും നിൽക്കുന്ന, ശരീരത്തിൻ്റെ ഇടതും വലതും ഉള്ള ഒരു ഭാഗം, രണ്ട് കൈകൾ, ഒരു കൈ വെട്ടിമാറ്റുമ്പോൾ അവിടെ നോട്ടമിടുന്നത് ഈ കൈയുടെ കുറ്റം കൊണ്ടാണ് ഈ കൈ പോയത് എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാവം ഒന്ന് ആലോചിച്ച് നോക്കുക. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് വല്ലാത്തൊരു നാണക്കേടാണ്. ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അനുയായികൾ അല്ലെ അണികളുണ്ടല്ലോ, അല്ലെ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന കുറേ ജനമുണ്ടല്ലോ, അവർക്ക് പോലും നാണക്കേടുണ്ടാകുന്ന തരത്തിലാണ് ഇപ്പോൾ CPM ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നിപ്പം രാജനായാലും MA ബേബി, ബിനോ വിശ്വ ഒക്കെ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ഇത്തരത്തിൽ അവർക്ക് ഒരു പട്ടിയുടെ വില കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. AKG സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിന്
പ്രസിഡന്റിന് പോലും MA ബേബി കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുന്ന നിപ്പ് നമ്മൾ കണ്ടതാണ്. അതായത് അവർക്കൊന്നും ഒരു പ്രാധാന്യമില്ലാത്തൊരു, പക്ഷെ അതങ്ങ് ഏറ്റുപിടിച്ചു എന്നുള്ളതാണ്. CPI വല്ലാണ്ട് അവരെ അളമുട്ടിയ ചേര അടിക്കും എന്നുള്ള രീതിയിൽ അവർക്കങ്ങ് വല്ലാണ്ട് അത് ഒരു അവരുടെ ഒരു അഭിമാനത്തിന് ക്ഷതമുണ്ടാകുന്ന തരത്തിലായിപ്പോയി ഇപ്പോഴത്തെ ശിവൻകുട്ടിയും പിണറായിയും ചെയ്ത ഈ ഒരു പ്രശ്നം. ഇവർക്ക് പണം കിട്ടിയാൽ മതി, പിണറായി വിജയൻ എവിടെ നിന്നായാലും കാശ് കിട്ടിയാൽ മതി, ആരുടെയും എവിടെയും പോയി കാശ്, അവിടെ ആശയങ്ങൾ പോലും കുഴിച്ചു മൂടിക്കൊണ്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ടാണല്ലോ പല വിമർശനങ്ങളും ഉണ്ടാവുന്നത്, അതുകൊണ്ടാണല്ലോ ഏകാധിപത്യ ഭരണരീതി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇരട്ടച്ചക്കൻ്റെ ചങ്കൊക്കെ കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. പിന്നെ ഈ പറയുന്നത് പോലെ പിണറായി വിജയന് ഈ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളിലൊക്കെ അദ്ദേഹം ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് പോലും ഒരു പക്ഷേ ശശിയൊക്കെ ആയിരിക്കും എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് നിലപാടുകളോ സ്വന്തമായിട്ടൊന്നും അദ്ദേഹം പറയുന്നില്ല. കുറേ നാളുകളായിട്ട് അയാൾ അദ്ദേഹം പ്രോംപ്റ്റിംഗ് വെച്ചാണ് വായിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രി. അപ്പോൾ ഇദ്ദേഹത്തിന് എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് ആരുടെ വകയാണ്? അപ്പോൾ ആ വ്യക്തിയായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ആ ആൾക്കാരായിരിക്കുമല്ലോ ഇദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത്. ഇദ്ദേഹത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ നിയന്ത്രിക്കുന്ന ആ വ്യക്തികളാണ് എന്നുള്ളതാണ് ചുരുക്കമായിട്ട് വരുന്നത്. അതായത് പിണറായി വിജയനും അവിടെ ഒരു സ്ഥാനമില്ല. ഇത് നിയന്ത്രിക്കുന്നത് CPMന്റെ മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികൾ എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അപ്പോൾ പിണറായി വിജയനെ ഡമ്മിയാക്കി വെച്ചേക്കും. കാരണം ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണരീതി അല്ലെങ്കിൽ അദ്ദേഹം പോകുന്ന പോക്ക് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റേതല്ല. അപ്പോൾ ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം ME ഗോവിന്ദനോ ശിവൻകുട്ടിയോ വാർത്താ സമ്മേളനം കൊടുക്കും. അതിന് മുമ്പ് തന്നെ ബിനോയ് വിശ്വത്തിൻ്റെ വാർത്താ സമ്മേളനമുണ്ട്. അപ്പോൾ ഇത് ഏത് തരത്തിൽ അവസാനിക്കുമെന്നുള്ളത് കണ്ടറിയാം. പക്ഷേ CPIക്ക് ഇനി ഒത്തുചേർന്ന് പോകാൻ പറ്റില്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോഴത്തെ നിഗമനം. അങ്ങനെയെങ്കിൽ CPI ഒരു സ്വതന്ത്രമായിട്ട് പോകാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിനെ വല്ലാണ്ട് സ്വാധീനിക്കാൻ. കാരണം എല്ലാ പാർട്ടികളും എല്ലാ ആൾക്കാരും ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപക്ഷെ നമ്മളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ VSന്റെ അവസാനത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ അവസാനിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഏതായാലും തെരഞ്ഞെടുപ്പിനെ രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് വരുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതിനെ വല്ലാണ്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ഈ വിഷയങ്ങൾ. മാത്രമല്ല ഒരു CJP കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ധാരണാപത്രത്തിലൂടെ അതിപ്പോൾ ജനത്തിൻ്റെ മുന്നിൽ പ്രകടമാക്കിയിരിക്കുകയാണ്. ഒരു CJP കൂട്ടുകെട്ട്, BJP CPM കൂട്ടുകെട്ടുണ്ട് എന്നുള്ളത് ഒരു ധാരണാപത്രത്തിലൂടെ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതിലെന്താണ് പറ്റിയത്, എവിടെയാണ് വിഷയം വന്നത് എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ ഒരു പക്ഷേ അന്തർധാരയിൽ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും. എന്തെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടോ, അല്ലെങ്കിൽ പിണറായിയുടെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളാണോ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെയുള്ളത് കണ്ടറിയാം. പിന്നെ PM ശ്രീ പദ്ധതി വരുന്നത് കൊണ്ടൊന്നും ഈ പറയുന്ന സംസ്ഥാനം ഇഴിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ഒരു ബോർഡ് വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പാഠ്യപദ്ധതിയിൽ ഈ പറയുന്നതോണം തീവ്രവാദങ്ങളോ അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തുന്നതോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നിയമയുദ്ധം ചെയ്തൊക്കെ നേരിടാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതങ്ങ് വലിയ ഇതായിട്ടൊന്നും വിമർശിക്കേണ്ട കാര്യമില്ല. BJP ഒരു പാർട്ടി തന്നെയാണല്ലോ. ഇപ്പോൾ കോൺഗ്രസും CPM മാത്രമാണ് നല്ല പാർട്ടി എന്ന് പറയുന്നില്ല. BJP നല്ലൊരു പാർട്ടി തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണം അവരുടെ കൈകളിൽ 3ാം തവണയും ഇരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.